ഇന്ന് 2 കേക്കിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു. അതിൽ ആദ്യത്തേത് 1 kg നട്ടി ബബ്ബിൾസാണ്. രണ്ടാമത്തേത് ഒരു സ്പെഷ്യൽ കേക്കാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് പിന്നെ പറയാം. അങ്ങനെ നട്ടി ബബ്ബിൾസിൻ്റെ ക്രം കോട്ടും ഫൈനൽ കോട്ടും ഒക്കെ കൊടുത്തു. ഉള്ളിലും പുറത്തും നന്നായിട്ട് നട്ട്സൊക്കെ കൊടുത്തു. അതിൻ്റെ വർക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ്. അടുത്തത് എനിക്ക് ഒത്തിരി സ്പെഷ്യലായിട്ടുള്ളൊരു കേക്കാണ്. 1 kg വരുന്ന സ്പാനിഷ് ഡിലൈറ്റിൽ ഫ്ലവർ പോട്ട് ഡിസൈനിലാണ് കേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ കേക്കിൻ്റെ ഓർഡർ എനിക്ക് 2 മാസം മുന്നേ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓർഡർ വന്നത് അങ്ങ് വിദേശത്തു നിന്നാണെങ്കിലും കേക്ക് കൊടുക്കേണ്ടത് എൻ്റെ ഫ്രണ്ടിന് തന്നെയാണ്. ആളെൻ്റെ ഫ്രണ്ട് മാത്രമല്ല, പറഞ്ഞു വരുമ്പോൾ ഞങ്ങൾ സിസ്റ്ററായിട്ട് വരും. അപ്പോൾ അവളുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് ആളങ്ങ് വിദേശത്താണ്. അപ്പോൾ അവനാണ് കേക്കിന് ഓർഡർ തന്നിട്ടുള്ളത്. ഓർഡർ തരുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ ഒരു കാരണവശാലും അറിയാൻ പാടില്ല, സർപ്രൈസ് ആയിട്ട് തന്നെ കേക്ക് കൊടുക്കണമെന്ന്. അപ്പോൾ അവർ വീട്ടിൽ നിന്ന് തന്ന ഓർഡറിൽ 1 kg സ്ക്വയറിൽ വാഞ്ചോ കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ കേക്കും കൊണ്ട് പോകുമ്പോൾ അവൾ പ്രതീക്ഷിച്ച് നിന്നതും വാഞ്ചോ കേക്ക് തന്നെയായിരുന്നു. സംഭവം സിമ്പിളൊരു കേക്കാണെങ്കിലും ചെടിച്ചട്ടിയിലുള്ളതുപോലെ താഴെയും മുകളിലൊക്കെ ആയിട്ട് ഫ്ലവർ സെറ്റ് ചെയ്യാൻ കുറച്ചൊന്ന് പാടുപെട്ടു. ചെടിച്ചട്ടി റെഡിയായി, ഫ്ലവറും റെഡിയായി. അടുത്തത് ചെടിച്ചട്ടിയിലേക്കുള്ള മണ്ണ് വേണം. അതിന് വേണ്ടിയിട്ട് കേക്കിൻ്റെ ക്രംസ് തന്നെയാണ് എടുക്കുന്നത്. കേക്കിൻ്റെ മുകളിൽ നിന്നും ഒരു ചെറിയ പോർഷൻ ഞാൻ മുറിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് മിക്സിയിലിട്ട് അടിച്ചിട്ടാണ് ഇതുപോലെ ആക്കിയെടുക്കുന്നത്. കേക്കിൻ്റെ ലുക്ക് കുറച്ചുകൂടി ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലുള്ള ഒരു ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അത് കേക്കിൻ്റെ അവിടെ ഇവിടെയായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കേക്കിൻ്റെ ലുക്ക് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 2 കേക്കിൻ്റെയും ഫൈനൽ ലുക്ക് ഇതാണ്. എനിക്ക് ഈ ഒരു കേക്കിൻ്റെ ലുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കൊക്കെ തരണേ. അങ്ങനെ ഞങ്ങൾ കേക്കും ഗിഫ്റ്റൊക്കെ പാക്ക് ചെയ്ത് ബർത്ത്ഡേ ഗേളിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവളാണെങ്കിൽ അവനെ വീഡിയോ കോൾ ചെയ്ത് വീടിൻ്റെ വരാന്തയിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാറിൻ്റെ ഉള്ളിൽ തന്നെ ബോക്സൊക്കെ റിമൂവ് ചെയ്ത് നേരെ ഒരു ചെട്ടിച്ചട്ടി എടുത്ത് പോകുന്നത് പോലെ അങ്ങ് പോയി. വാഞ്ചോ കേക്ക് പ്രതീക്ഷിച്ച് നിന്നാക്കി ഈ ഒരു കേക്ക് കിട്ടിയപ്പോൾ ഒത്തിരി സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ഏട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവൻ കൊടുത്തയച്ച ഗിഫ്റ്റും കൂടി ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ. കേക്ക് കട്ട് ചെയ്യാൻ സമയമായപ്പോൾ ഈ ഒരു കേക്കിൻ്റെ കൂടെ ഞാൻ വേറൊരു ഒറിജിനൽ ഫ്ലവർ വേസ് കൂടി കൊണ്ടുവച്ചു. കേക്കിൻ്റെ കൂട്ടത്തിൽ അവൾക്ക് സ്പാനിഷ് ഡിലൈറ്റ് കേക്കാണ് ഇഷ്ടമെന്ന് അവൾ മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾ എന്താ വാഞ്ചോ കേക്കിന് ഓർഡർ ചെയ്തതെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലായില്ല. കേക്ക് കയ്യിലെത്തിയപ്പോഴും അവൾ വിചാരിച്ചത് വാഞ്ചോ കേക്ക് തന്നെയാണെന്നാണ്. സ്പാനിഷ് ഡിലൈറ്റ് കേക്കാണെന്ന് പറഞ്ഞപ്പോൾ ആൾ ഒന്നുകൂടി ഞെട്ടി. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തതിന് ശേഷം ഗിഫ്റ്റ് തുറക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ധീരജ് കൊടുത്തു വിട്ട ബോക്സിൽ ആളെ ഒന്ന് സർപ്രൈസ് ആക്കാൻ വേണ്ടിയിട്ട് ഫോണിൻ്റെ ബോക്സിൽ ചാർജർ മാത്രമാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ജ്വല്ലറി ബോക്സ് കൂടി ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലായിട്ടാണ് ഫോൺ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാനൊരു ടോപ്പ് വാങ്ങിയിട്ട് ഗിഫ്റ്റൊക്കെ ആക്കി പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു എനിക്കും വിച്ചുവിന് ഗിഫ്റ്റ് കൊടുക്കണമെന്ന്. അങ്ങനെ അവന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു മിനി ഫോട്ടോ ഫ്രെയിമും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഗിഫ്റ്റിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ആ ജ്വല്ലറി ബോക്സ് ആയിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു, ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത് അടിച്ചു പൊളിച്ചിട്ടാണ് അവസാനം തിരിച്ചു വന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.